സ്റ്റാർട്ട് ചെയ്തിരിക്കുക. വള്ളം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വള്ളം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അത് നമ്മുടെ കാരിച്ചാലും നടുഭാഗവും തമ്മിലുള്ള മത്സരമാണ്. കാരിച്ചാല് കൊല്ലം ജീസസ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. അത് ജിജി ജേക്കബാണ് ക്യാപ്റ്റന്. 74, 75, 76, 80, 82, 83, 84, 87, 2000, 2003, 2008 അങ്ങനെ നെഹ്റു ട്രോഫി 13 പ്രാവശ്യം ട്രോഫി നേടിയ നെഹ്റു ട്രോഫി നേടിയ വള്ളം ഇവിടെ രാജീവ് ഗാന്ധി ട്രോഫി മത്സരത്തിന് മത്സരിക്കുകയാണ്. 3-ാം ട്രാക്കിലൂടെ നടുഭാഗം വരികയാണ്. അങ്ങനെ 2 വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. അതായത് 3-ാം ട്രാക്ക് എന്ന് പറയുമ്പോൾ തെക്കേ അറ്റത്തെ ട്രാക്കാണ്. 2-ാം ട്രാക്ക് എന്ന് പറയുമ്പോൾ നടുക്കുള്ള ട്രാക്കാണ്. പവലിനോട് ചേർന്നുള്ള ട്രാക്കിൽ വള്ളമില്ല. അങ്ങനെ 2 വള്ളങ്ങൾ ഇങ്ങനെ മത്സരിച്ച് വരുന്നു. ഏതാണ്ട് ഒരേ രീതിയിൽ ഇങ്ങനെ തുടഞ്ഞു വരികയാണ്. 2-ാം ട്രാക്കിലെ കാരിച്ചാലിങ്ങ് ശരിയായിട്ട് തുടഞ്ഞു വരികയാണ്. അവരൊരേ താളത്തിലെ അവർക്കൊരു എതിരാളി ഉണ്ടോ എന്ന് പറയാനാവാത്ത അവരിങ്ങ് പോന്നിങ്ങ് പോരുക. അവരെ ഭംഗിയായിട്ട് തുഴയുക. അവരിങ്ങനെ ഇടിച്ചു കുത്തി വരികയാണ്. അവരുടെ ആ തുഴച്ചില് മറ്റേ വള്ളങ്ങൾ പുറകിലാണ്. എങ്കിലും കാരിച്ചാലും ഇവിടെ മത്സരത്തിൽ ജയിച്ചാലും തോറ്റുവന്നു വരികയിലും കേടുകൂടാതിരിക്കട്ടെ നമ്മുടെ വഞ്ചി എന്നാ കാരണവന്മാര് പറഞ്ഞത്. തുഴഞ്ഞു വാ, ഇങ്ങ് വാ, ഇഴിച്ചു കയറി വാ. വഞ്ചിപ്പാട്ടൊക്കെ അങ്ങ് മാറ്റി വെച്ചില്ലേ. ജിൻ 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 എന്ന തുഴയ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 1 മിനിറ്റില് 90 തുഴ വീണ് അത് ഇങ്ങനെ വരിക. കാരിച്ചാൽ ഏതാണ്ട് 2-ാം ട്രാക്കിലൂടെ വള്ളപ്പാട് വിട്ട് ഇങ്ങ് പോന്നിരിക്കുക. വള്ളപ്പാട് അതിന്റെ ഒരു പ്രത്യേകത. ഒരു വള്ളത്തിന് വാലോട് തന്നെ മുന്നോട്ട് കയറുകയെന്ന. വള്ളപ്പാടുകൾ കഴിഞ്ഞു. കൊല്ലം ജീസസ് ക്ലബ്ബ് കടൽക്കുത്തെന്നാണ് അവരുടെ തുഴച്ചിന്റെ പേര്. കടൽക്കുത്ത്. അവരങ്ങ് കുത്തി വരികയാ. അവർക്കൊരു ക്ഷീണമില്ല. ബലാധിപല മന്ത്രം ഉപയോഗിക്കുന്ന വിശ്വാമിത്രൻ ഈ രാമലക്ഷ്മണന്മാർക്ക് ബലാധിപല മന്ത്രം ഉപയോഗിച്ചു കൊടുക്കുന്നവർ. അങ്ങനെ അവർ ജയിക്കുന്നത്. എന്തൊരു സ്പിരിറ്റ്. എണ്ണയിട്ട യന്ത്രം പോലെ അവരങ്ങനെ തുടങ്ങി വരുന്നത്. കാരിച്ചാലേ നീ വിജയസ്വപ്നത്തിന്റെ പീലിക്കാത്തിൽ നിവർത്തി ഇങ്ങ് കടന്നു വരികയാണോ? ഇവിടെ മുഴുവൻ ആവേശമായി കഴിഞ്ഞു. ഇവിടെ പാട്ടൊക്കെ അങ്ങ് മാറിക്കഴിഞ്ഞു. ഇവിടെ ഞരമ്പ് വലിഞ്ഞു മുറുകുന്ന മത്സരമാണ്. കാരിച്ചാലും നടുഭാഗം SN ബോട്ട് ക്ലബ്ബ് മണപ്ര ക്യാപ്റ്റൻ വിജയകുമാർ. ഗോകുലം ചിറ്റ്സ് ഫണ്ട് ചിറ്റ്സ് അത് സ്പോൺസർ ചെയ്യുന്ന 1952 ജയിച്ചു. കാരിച്ചാൽ വള്ളം എയർടെൽ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ സ്പോൺസർ ചെയ്ത വള്ളങ്ങൾ മുന്നോട്ട് കയറി വരികയാണ്. കാരിച്ചാൽ ഇതാ മുന്നോട്ട് ആ ജനങ്ങളുടെ മുഴുവൻ ആവേശം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരുപാട് മുന്നേക്ക് കാരിച്ചാൽ പോന്നിരിക്കുകയാണ്. അല്ലേ, തുടങ്ങി പോരുകയാണ്. വളരെ 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 മനോഹരമായൊരു തുടച്ചിലെന്ന് പറയാവോ? വള്ളം ഒപ്പത്തിനൊപ്പം വന്നെങ്കിലേ ആവേശമുള്ളൂ. കട്ടയ്ക്കെന്നാ കുട്ടനാട്ടുകാർ പറയുന്നത്. ഇതിങ്ങി പോകുന്നു, പിടിവിട്ട് പോന്നിരിക്കുകയാണ്. കാരിച്ചാല് 13 വർഷം നെഹ്റു ട്രോഫി നേടി. 2008 നീ നേടി. ഇവിടെയും ചരിത്രം കുറിക്കാൻ തയ്യാറാവുകയാണോ? അവരങ്ങനെ തുഴയുകയാണ്. ഒരേ താളത്തിൽ ഒരേ ഈണത്തിൽ അവരങ്ങനെ. ഇതാണ് ഈ വള്ളങ്ങളുടെ സ്പിരിറ്റ്. ആ ഇടിക്കാരന്റെ താളം കണ്ടോ? ആ ഇടിക്കാരന്റെ ഹൂക്ക് കണ്ടോ? അവന്റെ ശക്തി കണ്ടോ? ആ ഏറ്റുപാടുന്ന നിലപാട്ടുകാരെ കണ്ടോ? പങ്കായക്കാരെ കണ്ടോ? 5 പങ്കായങ്ങൾ അവരങ്ങനെ തുഴഞ്ഞു തരുകയാണ്. മുന്നില് രജിസ്റ്റർ നമ്പറുമായിട്ട് വിട്ടിങ്ങി പോരുകയാ. കാരിച്ചാല് കൊല്ലം ജീസസ് ബോട്ട് ക്ലബ്ബ് അവരിങ്ങനെ എങ്ങനെ തുഴഞ്ഞ് ഫിനിഷിംഗ് പോയിനോട് അടുത്ത് കയറി പോരുകയാ. എന്തൊരു തുഴച്ചിലാണ്. ആ വെള്ളത്തുള്ളികളെ കീറി മുറിച്ചുകൊണ്ട്, ചുറ്റോളങ്ങളെ കീറി മുറിച്ചുകൊണ്ട്, ഓളപ്പാത്തിയുടെ കരിഞ്ചാത്തി പോലെ, കരിനാഗത്തെ പോലെ, കരിവീരന്മാരെ പോലെ 6 പേർ ഒരേ രീതിയിൽ തുഴ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുകൊണ്ട് അങ്ങനെ തുഴഞ്ഞ ഈട ജനലക്ഷങ്ങളെ ഇരമ്പിയാർക്കുന്ന ആവേശം കൊണ്ട്, ജനലക്ഷങ്ങളെ അങ്ങനെ തകർത്തടിയിച്ചുകൊണ്ട്, ഇതാ ഞങ്ങളുടെ വരവ് കണ്ടോ, ഇതാ ഞങ്ങളുടെ വീരഗാഥ കേട്ടോ, ഇതാ ഞങ്ങളുടെ ഗാംഭീര്യം കണ്ടോ, ഇതാ ഞങ്ങളുടെ മഹത്വം കണ്ടോ, എതിരാളിയെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് കാരിച്ചാല് ഇടിവാദം മുഴങ്ങി ഇതാ ഫിനിഷിംഗ് പോയിന്റ് അടുക്കുകയാണ്. വെള്ളത്തുള്ളികൾ അങ്ങനെ പറക്കുകയാണ്. കണ്ണാടി കഷ്ണം പോലെ, ജില്ലിൻ കഷ്ണം പോലെ ജലത്തുള്ളികളെ വാരി കൊത്തി എറിഞ്ഞുകൊണ്ട് 100, 101 പേർ ഒരേ താളത്തിൽ അങ്ങനെ തുഴയുന്ന കുട്ടനാടന്റെ കരുത്തേ നമോഭാഗം എന്ന് പറയത്തക്ക വിധത്തിൽ അത്ര സുന്ദരമായി അവരങ്ങനെ ഫിനിഷിംഗ് പോയിന്റ് അടുത്തേക്ക് അലങ്ങി അങ്ങ് പോകുന്നു. അങ്ങനെ കാരിച്ചാൽ ഈ നോട്ടിൽ അനായാസ വിജയം എന്നൊക്കെ പറയാറില്ലേ. അതായത് ജമൈക്കൻ താരമായി ഉസൈൻ ബോൾട്ട് 100 മീറ്ററിന്റെ ഫൈനലിന്റെ അനായാസം ജയിച്ചെന്ന് പറഞ്ഞതുപോലെ ഇതാ നമ്മുടെ ഈ കാരിച്ചാലും ആദ്യത്തെ ഹീറ്റ്സില് നടുഭാഗത്തെ ബഹുദൂരം പിന്തള്ളിക്കൊണ്ട് 1ാമത്തെ ഹീറ്റ്സില് അവർ വിജയിച്ചിരിക്കുകയാണ്. ശേഷം ഭാഗം കാണികൾക്ക് ദൃക്സാക്ഷികരണം നൽകുന്നത് എന്റെ സുഹൃത്ത് ശ്രീ അഡ്വക്കേറ്റ് കാവാലം കൃഷ്ണകുമാറിനെ മൈക്കുമാറി. 1ാം ഹീറ്റ്സിലെ മത്സരം ഏകദേശം കാരിച്ചാൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും കടന്നു വരുന്നത് 1952 ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യിൽ നിന്ന് ട്രോഫി നേടിയ നടുഭാഗം നഷ്ടപ്രതാപങ്ങളുടെ കഥ പറഞ്ഞ് പുളുങ്ങുന്നാട്ടിൽ കൂടി തുഴഞ്ഞ് ചീറിപ്പാഞ്ഞു വരുന്നുണ്ട്. പക്ഷേ 1ാം സ്ഥാനത്തേക്ക് കാരിച്ചാൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. 1ാം ഹീറ്റ്സിലെ മത്സരത്തിൽ ജീസസ് ബോട്ട് ക്ലബിൻ്റെ കൊല്ലംകാരുടെ കാരിച്ചാൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് മിനിറ്റുകൾ കഴിഞ്ഞിട്ടും നടുഭാഗത്തിന് ഫിനിഷ് ചെയ്യുവാൻ ഇനിയും സമയമെടുക്കുകയാണ്. നടുഭാഗത്തിന് വിജയത്തിൻ്റെ കഥകൾ പറയാനുണ്ട്, നടുഭാഗത്തിന് നഷ്ടപ്രതാപത്തിൻ്റെ കഥകൾ പറയാനുണ്ട്. എങ്കിലും നടുഭാഗം ഈ മത്സര വള്ളംകളിയിൽ പങ്കെടുത്തിരിക്കുന്നത് 1952 ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് ട്രോഫി വാങ്ങിയ കുട്ടനാട്ടിലെ ഒരേ ഒരു വള്ളമെന്നുള്ള ആ ഒരു പൂർവ്വ
പ്രതാപ ഐശ്വര്യം ഉയർത്തിക്കൊണ്ടാണ് നടുഭാഗം ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്ന് പതുക്കെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്നാം ഹീറ്റ്സിൽ 15ാമത് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി മത്സരത്തിലെ ചുണ്ടൻ വള്ളങ്ങളുടെ ഒന്നാം ഹീറ്റ്സിൽ കാരിച്ചാൽ കൊല്ലം ജീസസ് ബോട്ട് ക്ലബിന്റെ ജിജി ജേക്കബ് ക്യാപ്റ്റനായിട്ടുള്ള കാരിച്ചാൽ 13 തവണ നെഹ്റു ട്രോഫി നേടിയ 2 ഹാട്രിക് ഉൾപ്പെടെ 13 തവണ നെഹ്റു ട്രോഫി നേടിയ കാരിച്ചാൽ ഒന്നാമതെത്തി. രണ്ടാമതായി എത്തിയത് നടുഭാഗം SN ബോട്ട് ക്ലബ് മണപ്ര തുഴഞ്ഞ CR വിജയകുമാർ ക്യാപ്റ്റനായിട്ടുള്ള 1952 ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് ട്രോഫി നേടിയ നടുഭാഗം രണ്ടാമതായി ഫിനിഷ് ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഒന്നാം പാദ മത്സരത്തിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഒന്നാം പാദ മത്സരം കഴിഞ്ഞു. താങ്ക് യു മിസ്റ്റർ കാവാലൻ കൃഷ്ണകുമാർ. ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് കാരിച്ചാൽ വള്ളമാണ്. രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് ശ്രീ വിനായകനാണ്. മൂന്നാം ട്രാക്കിലൂടെ വരുന്നത് ചമ്പക്കുളം ടൗൺ ബോട്ട് ക്ലബ് ആലപ്പുഴയുടെ ചമ്പക്കുളമാണ്. 3 വള്ളങ്ങൾ ഒരുപോലെ മത്സരിക്കുകയാണ്. 74, 75, 76, 80, 82, 83, 84, 86, 87, 2000, 2001, 2003, 2008 അങ്ങനെ 13 പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയ ആ കാരിച്ചാൽ വള്ളം ഒന്നാം ട്രാക്കിലൂടെ കുതിച്ചെത്തുമ്പോൾ കൊല്ലം ജീസസ് ബോട്ട് ക്ലബിന്റെ കടൽക്കുത്തെന്നാ തുഴച്ചിക്കാർക്ക് വരുന്നത്. അവർ ഇടിച്ചങ്ങ് കയറി വരികയാണ്. പക്ഷെ ചമ്പക്കുളം ചമ്പക്കുളം വിടുവോ മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ശ്രീ വിനായകൻ മൂന്നാം ട്രാക്കിലെ ചമ്പക്കുളം ടൗൺ ബോട്ടുകൾ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിന്റെ ശ്രീ വിനായകനാണ് കടന്നു വരുന്നത്. ആ വള്ളം 89, 90, 90, 94, 95, 96, 98 അങ്ങനെ 7 പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയ വള്ളം ശ്രീവിനായകൻ കരുവാറ്റാക്കാരുടെ പുതിയ വള്ളമാണ്. അത് രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരികയാണ്. ദേവമാതാ ബോട്ട് ക്ലബിന്റെ ജോയിച്ചൻ പാലക്കൽ നയിക്കുന്ന ശ്രീവിനായകൻ കടന്നു വരുന്നു. അങ്ങനെ ഒന്നാം ട്രാക്കിലൂടെ കാരിച്ചാൽ, രണ്ടാം ട്രാക്കിലൂടെ ശ്രീവിനായകൻ, മൂന്നാം ട്രാക്കിലൂടെ ചമ്പക്കുളം. 3 വള്ളങ്ങൾ ഏതാണ്ട് ഒരുപോലെ തുഴഞ്ഞു വരികയാണ്. അങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആരെ കടത്തി വിട്ടുമെന്ന് പറയാനാവാതെ കാരിച്ചാലെ നീ ചരിത്രം സൃഷ്ടിക്കുമോ, ശ്രീവിനായകൻ നീ വിനായകനായിട്ട് കടന്നു വരുമോ, അതോ ചമ്പക്കുളം 7 പ്രാവശ്യം നെഹ്റു ട്രോഫി നേടി പക്ഷെ 13 പ്രാവശ്യം 2008 നെഹ്റു ട്രോഫി നേടിയ കൊല്ലം ജീസസ് ബോട്ട് ക്ലബിന്റെ ആ കാരിച്ചാൽ ഒന്നാം ട്രാക്കിലൂടെ അതിവേഗം കുതിച്ചു മുന്നേറുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ കാരിച്ചാലും ശ്രീവിനായകനും ചമ്പക്കുളവും തമ്മിലുള്ള അതിസുന്ദരമായ ഒരു മത്സരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായിട്ട് ഒന്നാം ട്രാക്കിലൂടെ കാരിച്ചാൽ, രണ്ടാം ട്രാക്കിലൂടെ ശ്രീവിനായകൻ, മൂന്നാം ട്രാക്കിലൂടെ ചമ്പക്കുളം അങ്ങനെ തുഴഞ്ഞു വരികയാണ്. 3 വള്ളങ്ങളും അതിസുന്ദരമായി. മഴയും പെയ്യുന്നുണ്ട്. മഴ ഇതിനൊരു ആവേശമാണ്. തുഴച്ചിക്കാർക്ക് നല്ലതാണ്, കാഴ്ചക്കാർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന കാരിച്ചാൽ വള്ളം അതിങ്ങനെ കൊതിച്ചിങ്ങി പോരുകയാണ്. അതെ, 1ഉം 3ഉം തമ്മിൽ കാരിച്ചാലും ചമ്പക്കുളവും തമ്മിലുള്ള മത്സരമാണ്. ശ്രീവിനായകൻ അല്പം പുറകോട്ട് പോയതായിട്ട് കാണുന്നു. കാരിച്ചാൽ 13 പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയ കാരിച്ചാൽ, നെഹ്റു ട്രോഫി മാത്രമാണോ മിക്കവാറുമുള്ള ജനമേളകളിലൊക്കെ 1ാം സ്ഥാനം നേടിയ കാരിച്ചാൽ അവനങ്ങനെ കുതിച്ച് വിജയസ്വപ്നത്തിന്റെ പീലിക്കതിർ നിവർത്തി അവനങ്ങനെ കടന്നു വരികയാണ്. കാരിച്ചാൽ ചമ്പക്കുളം വിടുന്നില്ല. അവൻ ജലരാജാവാണ്. അവൻ കുതിച്ചു വരികയാണ്. അവൻ 7 പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ്. ചമ്പക്കുളത്ത് ഹാട്രിക് നേടിയ വള്ളമാണ്. അങ്ങനെ ചമ്പക്കുളവും കാരിച്ചാലും തമ്മിലുള്ള ഒരു മത്സരം ശ്രീവിനായകൻ ഒട്ടും വിടുന്നില്ല. ഞങ്ങൾ അവരെയും കുറയ്ക്കുന്നില്ല. അങ്ങനെ കാരിച്ചാൽ ഇങ്ങനെ കുതിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏതാണ്ട് 2 വള്ളപ്പാട്, ഒരു വള്ളപ്പാടോ പറയാറായിട്ടില്ലെങ്കിലും പടവങ്കായങ്ങളെ തുഴപ്പാടാണ്. അവനിക്ക് തുഴഞ്ഞു വരും. വള്ളപ്പാടൊന്നുമില്ല, തുഴപ്പാടാണ്. കാരിച്ചാൽ നീങ്ങി പോരുകയാണ്. 74, 75, 76, 80, 82, 83, 84, 86, 87, 2001, 3, 2008 അങ്ങനെ 13 പ്രാവശ്യം അവരിങ്ങി തുഴഞ്ഞു കുതിച്ചിങ്ങി പോന്നു. അങ്ങനെ കാരിച്ചാലും ചമ്പക്കുളവും തമ്മിലുള്ള അതിമനോഹരമായ മത്സരമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങി കയറി വാ അടിച്ചു കൊടുക്കുക. 3ാം നമ്പർ വള്ളം കാരിച്ചാൽ വള്ളം അത് ഇങ്ങ് കടന്നു വരികയാണ്. അത് വ്യക്തമായ ലീഡെടുത്തിരിക്കുകയാണ്. ഓളപ്പാത്തുകളെ കീറി മുറിച്ചുകൊണ്ട് ആ ജനലക്ഷങ്ങളുടെ ഹൃദയങ്ങളിലെ ആവേശത്തിന്റെ ഇടിവാൾ ഉയർത്തിക്കൊണ്ട് ഇടിമിന്നൽ പോലെ കാരിച്ചാൽ അവനിങ്ങ് കടന്നു വരുമ്പോൾ ചമ്പക്കുളം വിടുന്നില്ല. അവരും കുതിച്ചു പായുകയാണ്. ഇതാ ജലപ്പരപ്പ് തീപ്പരപ്പടക്കാണ്. തീ പടരുന്ന അംഗമാണ്, തീ പാറുന്ന അംഗമാണ്. അങ്ങനെ വടക്കൻ പാട്ടിലെ ആ കരുത്തരായ ആയോധകന്മാരെ പോലെ അവരങ്ങനെ ഉറിമാള് വീശി കടന്നു വരികയാണ്. കരിച്ചാൽ തന്നെ പോരുകയാണ്. ഹയ്യട നീട്ടി കുത്തി വാടി കടൽക്കൊത്ത 3ാം നമ്പർ കാരിച്ചാൽ അവനങ്ങനെ ജലജറ്റ് പോലെ ജലഗജം പോലെ അവനെ കുതിച്ചു പാരുകയാണ്. ഇല്ല വിടുന്നില്ല കാരിച്ചാൽ. 1ാം ട്രാക്കിലെ കാരിച്ചാൽ ഇങ്ങി പോകുന്നു. ഇല്ല വിടുന്നില്ല ചമ്പക്കുളം. ശ്രീവിനായകൻ ഞങ്ങൾ ആരെയും കൊടുക്കുന്നത് തൊടയാണ്ട് മാറിയത് കണ്ടോ, ഓരോ സൈഡിലിട്ടങ്ങ് തുറഞ്ഞു കണ്ടോ. അയ്യട എന്തൊരു കരുത്ത്, എന്തൊരു വീറ്, എന്തൊരു ശാസനം, എന്തൊരു താളം, എന്തൊരു ലക്ഷ്യം. അങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ അവരങ്ങനെ തിരയുകയാണ്. എന്തൊരു അയ്യടാ പോടാ പോയി, അയ്യോ പോയി 1, 2, 3 അയ്യട പൊളിക്കുന്നാറിനെ ചീറി മുറിച്ചുകൊണ്ട് അവരങ്ങ് ഫിനിഷ് ചെയ്ത് കാരിച്ചാൽ വിജയസ്വപ്നത്തിന്റെ
ഈരിക്കതിൽ നിവർത്തിക്കൊണ്ട് 13 പ്രാവശ്യം നെഹ്റു ട്രോഫിയുടെ കാരിച്ചാൽ അവനങ്ങ് ഇടിച്ച് ഇറങ്ങി അങ്ങ് പോവുകയാണ്. ചമ്പക്കുളവും കടന്നു വന്നു. അങ്ങനെ 2ഉം 3ഉം കടന്നു വന്നു, 1ഉം 3ലും കടന്നു വന്നു. ചമ്പക്കുളവും കടന്നു വന്നിരിക്കുകയാണ്. ശ്രീവിനായകനും വരുന്നുണ്ട്. അങ്ങനെ വീറിട്ട മത്സരം നടത്തി 15ാമത് ജലോത്സവം, രാജീവ് ഗാന്ധി ജലോത്സവം, ചരിത്രത്തിലെ ഏറ്റവും ചിരസ്മരണീയമായ എന്ന് ഓർമ്മിക്കത്തക്ക ഒത്തിരി ഓർമ്മച്ചുപ്പുകൾ, ഒത്തിരി മൊഴിമുത്തുകൾ, ഒത്തിരി ദൃശ്യഭംഗികൾ നൽകിക്കൊണ്ട് ഈ ടിവിയിലൂടെ, ഈ കൈരളി ടിവിയിലൂടെ, ഈ പീപ്പിൾസ് ടിവിയിലൂടെ ഞങ്ങളിത് സംപ്രേഷണം ചെയ്തെങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ വാഗ്മയ ചിത്രം നൽകുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. മുഴുവനും ആയിട്ടില്ല. നോക്കുക, ആ അപരാഹ്ന വെളിച്ചത്തില്, ആ സന്ധ്യാ വെളിച്ചത്തില് ആ പള്ളി അങ്ങനെ തിളങ്ങുന്നത് കണ്ടോ? എത്ര മനോഹരം, സുന്ദരം. ഇതിനോടൊപ്പം പ്രതിഫലിക്കുമ്പോൾ എന്തൊരു സൗന്ദര്യം എന്ന് പറഞ്ഞതിനാണ് പുളിങ്കുന്ന് പള്ളിയുടെ ആ ചാരിത മുഴുവൻ. ഇതാ കപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നെഹ്റു കപ്പുകൾ കയ്യിൽ എടുത്തുകൊണ്ട് അവർ ആൾക്കാർ ആവേശം വിളിക്കുകയാണ്. സുന്ദരമായിട്ട് എല്ലാവരും സന്തോഷഭരിതരായിട്ട് നിൽക്കുകയാണ്. അവള് കപ്പ് ഉയർത്തിപ്പിടിക്കുന്നു. ഇതിനിടയ്ക്ക് പുറകിൽ നിന്ന് ഒരാൾ ക്യാമറയിൽ അത് പകർത്തുന്നു. ഇതെല്ലാം ഒരാൾ കൈ ഉയർത്തി കാണിക്കുന്നു. അതായത് ട്രോഫി ഇതാ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. രാജീവ് ഗാന്ധി ട്രോഫി കാരിച്ചാലിന്റെ ജയിക്കപ്പിന് കൊടുത്തുകൊണ്ട് കൊല്ലം ജീസസ് ബോട്ട് ക്ലബ്ബ് അത് സുന്ദരമായി തുടങ്ങി. നമ്മൾ സൂചിപ്പിച്ചില്ലേ, കടൽ കുത്താണ്, കുത്തിയെറിയുക. അവരങ്ങനെ വള്ളപ്പാട് വിട്ടങ്ങ് ചീറ്റിപ്പായുകയായിരുന്നു. ഇവിടെ വേറൊരു ദൃശ്യത്തിലേക്ക് നമ്മൾ വന്നു. ഇങ്ങനെ മിന്നി മറയുകയായിരുന്നു. മനുഷ്യ ജീവിതത്തിന്റെ അമൃത നിഷന്ധികളായ ആ നിമിഷങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്ന പോലെ, ജീവിതം മിന്നി മറയുന്നത് പോലെ അങ്ങനെ ഭംഗിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ ചിത്രത്തിലേക്ക്, ദൃശ്യത്തിലേക്ക് ആ രജത കപ്പ്, ആ വെള്ളി ട്രോഫി അങ്ങനെ കൊണ്ടുപോയി. ഇത് അഭിമാനത്തിന്റെ ട്രോഫിയാണ്. അതിന്റെ വിലയല്ല, അതിന്റെ ആ തൂക്കമല്ല, അതിന്റെ ആക്കം, അതിന്റെ ശക്തി, അതിന്റെ സംഘാത പവർ, അതിന്റെ പിന്നിലുള്ള ശ്രമം, അതിന്റെ പിന്നിലുള്ള അധ്വാനം, ആ റിബണുമൊക്കെ കെട്ടി ആ കപ്പുകൾ അങ്ങനെ നീങ്ങുന്നത് കണ്ടോ? ആ കൈ ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാരെ മാത്രമേ കാണാവുള്ളൂ. കപ്പ് ഇങ്ങനെ അന്തരീക്ഷത്തോടെ നീങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു സന്തോഷം. ചിലർക്ക് സന്തോഷമുണ്ട്, ചിലർക്ക് പ്രയാസമുണ്ട്. അതൊക്കെ ശരിയാണ്. അതൊക്കെ അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് തീർക്കാം. ഇവിടെ മറ്റുള്ള കാണികളൊന്നും പോകാറാണ്, അവർക്ക് പോകാൻ തോന്നുന്നില്ല. ഇത്ര സുന്ദരമായി അവർ ഈ 15ാമത് ജലോത്സവം പങ്കെടുത്ത് അവർ സംഘടിപ്പിച്ചെടുത്തു. ആ വള്ളംകളി കമ്മിറ്റിക്ക് അതിനുള്ള ആ അനുമോദനം നമുക്ക് കൊടുത്തേ പറ്റും. അത്ര ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഇത് പറയുന്നതിനും ഞങ്ങൾക്കിത് ദൃശ്യമായി ഭംഗിയായി ഇത് ആവിഷ്കരിക്കുന്നതിനും ഉള്ള സൗകര്യങ്ങളൊക്കെ അവർ തന്നു. വലിയ കാര്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ട സാഹചര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നു. ഇതിനിടയ്ക്ക് ആവേശമുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് വലിയ ആർപ്പുവിളികൾ ഉണ്ടായിരുന്നു. ആ ആർപ്പുവിളികൾക്ക് ഒന്നും ഞങ്ങൾക്ക് തടസ്സമുണ്ടായില്ല. ഞങ്ങൾക്ക് പറയുവാനായിട്ട് ഇവിടെ ആ സുന്ദരമായ അന്തരീക്ഷത്തിൽ ഈ വേദിയിൽ ഇരുന്നു കൊണ്ട് പറയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഈ കുട്ടനാടൻ വന്നു. അതോടൊപ്പം തന്നെ ഇവിടെ സാംസ്കാരിക ഘോഷയാത്രയുണ്ടായിരുന്നു. തലേ ദിവസം നമ്മുടെ പുളിങ്കുന്ന് സ്കൂളിലെ കുട്ടികൾ അതിൽ പങ്കെടുത്തു. പുളിങ്കുന്ന് സെന്റ് ജോസഫ് സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 6 പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയ, ചുള്ളമ്പളത്തെ നേടിയ സ്കൂളാണത്. ഇവിടുത്തെ അധ്യാപകരൊക്കെ നല്ല തുടർച്ചക്കാരായിരുന്നു. അങ്ങനെയുള്ള പാരമ്പര്യങ്ങൾ ഇവിടെയുണ്ട്. ആ പാരമ്പര്യത്തിന്റെ പിൻതലമുറക്കാരാണ് ഇന്ന് ഈ വള്ളങ്ങൾ. ഇതാ വള്ളത്തിൽ നിന്ന് ആർപ്പ് വിളിക്കുകയാണ്. 1ാം താളക്കാരൻ കൊടുക്കുകയാണ്, താളം കൊടുക്കുകയാണ്. വെപ്പുവള്ളത്തിന് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ജയശ്രീയും പുന്നത്ര വെങ്ങഴിയും ജയ്ഷോട്ടും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ആരെ ജയിക്കുമെന്ന് പോലും പറയാനാവാത്തതിന് ഇഞ്ചുകളുടെ ചരട് കെട്ടിപ്പിടിച്ചതിലാണ് ആ വള്ളം അങ്ങ് പോയത്. ആ ജയത്തിന്റെ ആഹ്ലാദമാണ്, ആ ശ്രമത്തിന്റെ ആ വലിയ സന്തോഷമാണ്. ആ കപ്പ് വാങ്ങുമ്പോൾ അവർ മുഴക്കുന്ന ആ ആരവം നമുക്ക് ഇടിത്തടി പണ്ട് ചവിട്ടായിരുന്നു. അങ്ങനെ പാടി തകർത്ത് മുന്നടിച്ചു പോകാം. അങ്ങനെ ഈ ദൃശ്യത്തിന്റെ വിസ്മയത്തിന്റെ ചാരുത കവർന്നെടുത്തുകൊണ്ട് ഇത് ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ട് ലോകമെങ്ങുമുള്ള പ്രേക്ഷകർക്ക് സംഭാവന ചെയ്തുകൊണ്ട് ചാരിതാർത്ഥ്യത്തോടെ ഞങ്ങൾ വണങ്ങട്ടെ. ഞങ്ങളൊരു നല്ല കൃത്യം ചെയ്തു. ഞങ്ങളൊരു കലാപരമായ ഒരു വലിയ ചിത്രം ഞങ്ങൾ ചെയ്തു. ഞങ്ങളിതിന്റെ മായക്കാഴ്ചകൾ ഒപ്പിയെടുത്തു. ഞങ്ങളിതിന്റെ ദൃശ്യവികാര ഭാവത്തോടെ അത് ഒട്ടും ചോരാതെ ഞങ്ങൾ പകർത്തിയെടുത്ത് ജനലക്ഷങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് തന്നിരിക്കുകയാണ്. കൈരളി ടിവിയിലേക്ക് വീണ്ടും ക്ഷണിക്കുകയാണ്. ഞങ്ങൾ ഇനിയും എല്ലാ വള്ളംകളികൾക്കും വരും. കാരണം ഇതൊരു ഹരമാണ്, ഇതൊരു ഭ്രമമാണ്. അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. പീപ്പിൾസ് ടിവിയിലൂടെ, കൈരളിയുടെ പീപ്പിൾസ് ടിവിയിലൂടെയാണ് ഞങ്ങൾ ഈ ദൃശ്യഭംഗി ചാരുതയായിട്ട് ഈ കുട്ടനാടിന്റെ ഭംഗി ചവർത്തിയെടുത്തത്. ആ ചുണ്ടൻവള്ളത്തിന്റെ ചാരുത പറഞ്ഞു തന്നത്, ആ വെപ്പുവെള്ളത്തിന്റെ വീറ് പറഞ്ഞു തന്നത്, ആ ഓടിവെള്ളത്തിന്റെ കമനീയത പറഞ്ഞു തന്നത്, ആ തുഴച്ചിൽക്കാരുടെ കരുത്ത് അങ്ങോട്ട് വിവരിച്ചത്, ആ തുഴച്ചിൽക്കാരുടെ താളം അങ്ങോട്ട് വിവരിച്ചത്, ആ പഞ്ചായക്കാരന്റെ കര അങ്ങോട്ട് വിവരിച്ചത്, ആ വെള്ളത്തിന്റെ ആ ഓളം അങ്ങോട്ട് ഇന്ദ്രിയിച്ചത്, ആ ഓളത്തിന്റെ പേക്കൂത്ത് അങ്ങോട്ട് കാണിച്ചത്, ആ കായലൊന്ന് കലമ്പിയ ഓളത്തിന് പേക്കൂത്തെന്ന് കവി പറഞ്ഞതൊക്കെ വെറുതെ ആണോ? ജീവിതത്തായ വാക്കുകളല്ലേ? അങ്ങനെ മതിമമ വർണ്ണന നിങ്ങളൊന്ന മലനാട് കണ്ടാൽ കൊതിച്ചു പോകും. ഞങ്ങൾ തിരിച്ചു പാടുക. ഞാനും കാവാലം കൃഷ്ണകുമാറും ഒക്കെ. മതിമമ വർണ്ണന ഉണ്ടായി. ഞങ്ങളിതാ നിങ്ങൾക്ക് ഇത് തന്നുകൊണ്ട് ഒരു സന്ദേശം പകർന്നുകൊണ്ട്, ഓണക്കാലത്തിന്റെ സന്ദേശം പകർന്നുകൊണ്ട്, ഈ ബോട്ടിന്റെ മുഴുവൻ ആവേശം പകർന്നുകൊണ്ട്, വള്ളത്തിന്റെ മുഴുവൻ ചാരുത പകർന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, വീണ്ടും കാണാം, വീണ്ടും കാണാം, വീണ്ടും കാണാം.